ബിഗ് ബോസിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ജാസ്മിൻ ജാഫറിനെതിരെ ഗുരുതരമായ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നുവരുന്നത്. നേരത്തെ ജാസ്മിന്റെ വിവാഹ നിശ്ചയത്തിന് ശേഷം മുടങ്ങിപ്പോയിരുന്നു. ആ ബന്ധത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് പുറത്തുവന്ന താരം മറ്റൊരു റിലേഷൻഷിപ്പിൽ ആവുകയും ചെയ്തു. അഫ്സൽ എന്ന വ്യക്തിയുമായി കമ്മിറ്റഡ് ആണെന്നാണ് പലപ്പോഴായി ബിഗ് ബോസിന് അകത്തു ജാസ്മിൻ പറഞ്ഞിരുന്നത്. എന്നാൽ ഗബ്രിയുമായിട്ടുള്ള പ്രണയനാടകമാണ് വിമർശനങ്ങൾക്ക് കാരണമാകുന്നത്. ഗബ്രിയോടുള്ള ഇഷ്ടം പ്രണയത്തിലേക്ക് എത്തിക്കാതിരിക്കാൻ താൻ ശ്രമിക്കുകയാണെന്നാണ് ജാസ്മിൻ വിശദീകരണം നൽകിയത്. പിന്നീട് ഗബ്രിയെ ഇഷ്ടമാണെന്ന അവസ്ഥയിലേക്ക് എത്തി. ഇപ്പോഴിതാ ജാസ്മിന്റെ വ്യക്തിജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരവും നടനും മോഡലുമായ ഷിയാസ് കരീം. ജാസ്മിൻ, അഫ്സൽ, മുന്ന ഇവരെയൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ട് എനിക്കറിയാം. അല്ലാതെ അവരെ വ്യക്തിപരമായിട്ടൊന്നും എനിക്കറിയില്ല. ബിഗ് ബോസിൽ പോയത് കൊണ്ടാണ് ജാസ്മിന് ഇത്രയും സൈബർ ബുള്ളിയിങ് കിട്ടിയത്. അതില്ലായിരുന്നുവെങ്കിൽ വ്ലോഗ് ചെയ്തും മറ്റുമൊക്കെ പോകുമായിരുന്നു. ബിഗ് ബോസിൽ പോകുമ്പോഴുള്ള ഒരു കുഴപ്പമെന്ന് പറയുന്നത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഫാൻസ് ഉണ്ടാവും. ജാസ്മിന്റെ വൃത്തിയെപ്പറ്റി എന്തോരം ട്രോളാണ് വരുന്നത്. ശരിക്കും അവർ പുറത്തിറങ്ങി കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് ഞാൻ ഓർക്കുന്നത്. ശരിക്കും ജാസ്മിന്റെ കാര്യം കഷ്ടമാണെന്നാണ് ഷിയാസ് പറയുന്നത്. ജാസ്മിനെ കുറിച്ച് മാത്രമല്ല ബിഗ് ബോസിലെ മറ്റ് താരങ്ങളെപ്പറ്റിയും ഷിയാസ് സംസാരിച്ചു. ജിൻഡോ ചേട്ടനെ എനിക്ക് നേരത്തെ അറിയാം. അദ്ദേഹം എൻ്റെയും ട്രെയിനറായിരുന്നു. ആള് ബേസിക്കലി പാവമാണ്. എല്ലാവർക്കും പല പല പ്രശ്നങ്ങളുണ്ടാവും. നമ്മളോടൊക്കെ നോർമലായി ഇടപെടുന്ന ആളാണ്. ബിഗ് ബോസ് കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്ന്. പുള്ളിയും രക്ഷപ്പെടട്ടെ എന്നാണ് ഷിയാസ് പറയുന്നത്. പണ്ട് തൊട്ടേ നല്ല ബോഡി ബിൽഡറാണ് ജിൻഡോ. പുള്ളിയുടെ ബോഡി ഷോ മത്സരമൊക്കെ കാണാൻ ഞാൻ പോയിട്ടുണ്ട്. വലിയ ബോഡി ബിൽഡറാണ്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരത്തിനൊക്കെ പോയിട്ടുണ്ടെന്ന് താരം പറയുന്നു. ഷിയാസ് പറയുകയാണ്, ഈ സീസണിൽ സിജോ വിന്നറാവണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത്. സിജോയെപ്പോലെ റോക്കിയെയും തനിക്കിഷ്ടമായിരുന്നു. ഞാൻ ആരെയും പ്രൊവോക്ക് ചെയ്യാറില്ല. സത്യത്തിൽ ഈ ഷോ അങ്ങനെയാണ്. സായി കൃഷ്ണ, ജിൻഡോ, അൻസിബ, മുടിയൻ എന്നിവരെ എനിക്കിഷ്ടമാണ്. നിലവിൽ ഏറ്റവും നല്ല മത്സരാർത്ഥികളെന്ന് തോന്നുന്നത് ഇവരാണ്.